വിജയിച്ച സംരംഭകരുടെ വിജയ ഫോർമുലകൾ അറിയണോ? ബിസിനസ്സിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. മികച്ച ആശയം, നിക്ഷേപം, മാനേജ്മെന്റ് ടീം തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഉണ്ടെങ്കിലും ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ സംരംഭകന് 100% ആത്മാർത്ഥതയോടെ മുന്നിട്ടിറങ്ങുക തന്നെ വേണം. വിജയിച്ച സംരംഭകർ പൊതുവായി പിന്തുടരുന്ന 5 വിജയ മന്ത്രങ്ങൾ നോക്കാം. 1. സ്വന്തം സംരംഭത്തെ അറിയുക. സംരംഭകത്വത്തിൽ വിജയിക്കണമെങ്കിൽ ആദ്യം സ്വന്തം സംരംഭത്തെ അടുത്തറിയണം. എല്ലാവരും നിക്ഷേപിക്കുന്ന അതേ മേഖലയിൽ നിക്ഷേപം നടത്തി വരുമാനമുണ്ടാക്കാം എന്ന എളുപ്പ ചിന്താഗതിയിൽ ഒരിക്കലും നിക്ഷേപം നടത്തരുത്. നിക്ഷേപിക്കുന്ന മേഖല ഏതായാലും അതേപറ്റി പൂർണ്ണമായ അറിവ് ഉണ്ടായിരിക്കണം. മാത്രമല്ല, തനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ അവിടെയുള്ളത് എന്ന് മനസ്സിലാക്കണം. 2. വിജയമറിഞ്ഞു മാത്രം നിക്ഷേപം. മികച്ച ഒരു സംരംഭകത്വ ആശയം കയ്യിലുണ്ടെങ്കിൽ ഇന്ന് ഫണ്ട് ലഭിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ധാരാളം സർക്കാർ ഏജൻസികളും സംരംഭകത്വ വികസനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനങ്ങളും നിശ്ചിത പലിശ നിരക്കിന്മേൽ വായ്പ നൽകുന്നുണ്ട്. ഫണ്ട് ലഭിക്കാൻ പല വഴികളുണ്ട് എന്നതിനാൽ തന്നെ വലിയൊരു തുക നിക്ഷേപത്തിനായി മുടക്കാൻ ആളുകൾ തയ്യാറാകുന്നു. എന്നാൽ വിജയിച്ച സംരംഭകർ ഒരിക്കലും ഈ രീതിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. വരുമാനം കണ്ടറിഞ്ഞും സ്ഥാപനത്തിന്റെ വിജയ സാധ്യത നോക്കിയും മാത്രം ഘട്ടം ഘട്ടമായി നിക്ഷേപം നടത്തുന്നതാണ് ഉചിതം. 3. ഉല്ലാസത്തിനും വിശ്രമത്തിനും സമയം കണ്ടെത്തുക. ജോലി ഏറെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് സ്വന്തമായി ഒരു സംരംഭം നടത്തിക്കൊണ്ടു പോകുക എന്ന് പറയുമ്പോൾ ഇരട്ടി ജോലി അതിനായി ചെയ്യുക തന്നെ വേണം. വിജയം കാണുന്നത് വരെ വിശ്രമമില്ല എന്ന പോളിസി പക്ഷേ നല്ലതല്ല. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണത ലഭിക്കണമെങ്കിൽ മാനസികോല്ലാസവും പ്രധാനമാണ്. തുടർച്ചയായ മീറ്റിങ്ങുകളും ജോലികളും യാത്രയും കൊണ്ട് അവശനാകുന്ന ഒരു സംരംഭകൻ തുടർന്നുള്ള ദിവസങ്ങളിൽ ബിസിനസ്സിലും വേണ്ടത്ര ശ്രദ്ധ നൽകുവാൻ സാധിക്കില്ല. 4. ലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക. സംരംഭകത്വത്തിലേക്ക് ഇറങ്ങുന്ന ഓരോ വ്യക്തിക്കും വ്യക്തമായ ജീവിത ലക്ഷ്യം അനിവാര്യമാണ്. ആരും സംരംഭകത്വത്തിലേക്ക് ഇറങ്ങിത്തിരിക്കരുത്. വലിയ വ്യക്തതയുള്ള ലക്ഷ്യങ്ങളാണ് സംരംഭക വിജയത്തിന് അനിവാര്യം. റിസ്ക് എടുക്കേണ്ട സാഹചര്യങ്ങളിൽ അതിനുള്ള മനസ്സ് കാണിക്കുക. ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമ്പോഴും അത് തന്റെ പ്രൊഫഷണൽ വിജയമാണ് എന്ന് സ്വയം തിരിച്ചറിയുക. 5. നെറ്റ്വർക്കിംഗ് എന്ന ശക്തിമരുന്ന്. ഒരു സംരംഭകന്റെ വിജയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഘടകമാണ് നെറ്റ്വർക്കിംഗ്. ഇന്ന് സോഷ്യൽ മീഡിയ അരങ്ങുവാഴുന്ന ഈ കാലഘട്ടത്തിൽ നെറ്റ്വർക്കിംഗ് എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സമാന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായും ഉപഭോക്താക്കളുമായും മികച്ച ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതിന് നെറ്റ്വർക്കിംഗ് സഹായിക്കും. എന്നാൽ ഇതിനായി മുൻകൈ എടുക്കേണ്ടതും സമയം മാറ്റിവെക്കേണ്ടതും സംരംഭകന്റെ ഉത്തരവാദിത്വമാണ്. നെറ്റ്വർക്കിംഗ് മുഖേന ഫണ്ടിംഗ് മുതൽ ബ്രാൻഡിംഗ് വരെയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നടത്തിയെടുക്കാൻ സാധിക്കും.